ഞാനൊരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഫിത്തിനെയാണ് പിന്നെ മാസപ്പുറവിൻ്റെ പെരുന്നാളും നോക്കും കടന്നു വരുമ്പോൾ പിന്നെ പല സംഘടനകളും ഒരു ഗോളശാസ്ത്രത്തിൽ പിൻവലിക്കണം, സൗദിനെ പിൻവലിക്കണം, അതേമാതിരി ഒറ്റക്കായ്ക്ക് പിൻവലിക്കണം. അപ്പോൾ യഥാർത്ഥ ശരീരത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് ഒരാൾക്ക് സംശയമാണ്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് സംശയം. നമ്മളെ നാട്ടിൽ കൊല്ലത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ഒരു ഫിത്തനായിരിക്കും അത്, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് മാസപ്പിറവിക്ക് ഗോളശാസ്ത്ര പ്രകാരം കണക്കാക്കുക എന്നുള്ളത് പാടില്ല. അതായത് ആകാശത്ത് പിറവി ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ അത് ശാസ്ത്രീയമായ കലണ്ടറിൽ അവിടെ ചന്ദ്രനുണ്ട്, അത് കണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ പുതിയ മാസത്തിലേക്ക് പറന്നതായി കാണണം എന്ന് പറയുന്ന അഭിപ്രായം തീർത്തും തെറ്റായ അഭിപ്രായമാണ്. മണിക്ഫാനും മറ്റേ പോലത്തെ അങ്ങനെ കുറേ ടീമുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുജാഹിദ് സംഘടനകളിൽ ചില ഒറ്റപ്പെട്ട ചില പ്രബോധകർ ആ അഭിപ്രായത്തിൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ചും മടവൂർ വിഭാഗത്തിൻ്റെ ചില ആളുകളൊക്കെ ആ അഭിപ്രായം സ്വീകരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ അഭിപ്രായം തീർത്തും തെറ്റായ അഭിപ്രായമാണ്, അത് പാടില്ല. പിന്നെയുള്ളത് പരിഗണനീയമായ 2 അഭിപ്രായങ്ങളാണ്. ഒന്ന്, ലോകത്ത് എവിടെ മാസം കണ്ടാലും അത് തന്നെ എല്ലാ നാട്ടിലേക്കും മതിയായതാണ്. പ്രാദേശികമായി ഓരോ നാടുകളിലും കാണുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ച അവലംബിക്കുകയും ചെയ്യപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞ അനേകം പണ്ഡിതന്മാരുണ്ട്. ശക്തമായ ഒരു അഭിപ്രായം തന്നെയാണ്. അതിനുവേണ്ടി അവർ ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കാറുമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായവും ശക്തമായ അഭിപ്രായമാണ്. ഓരോ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കും കാഴ്ചയുണ്ട്. ആ കാഴ്ച അനുസരിച്ചിട്ടാണ് അവർ ചെയ്യേണ്ടത്. ഇന്ത്യക്കാരായ ആളുകൾ അതല്ലെങ്കിൽ ഓരോ പ്രദേശത്തുള്ള ആളുകൾ അവരുടെ കാഴ്ച അവലംബിക്കും, മറ്റു രാജ്യക്കാർ അവരുടെ കാഴ്ച അവലംബിക്കും. കാരണം ചന്ദ്രന്റെ ഉദയസ്ഥാനം വ്യത്യാസമുണ്ട്. അപ്പോൾ നിസ്കാരത്തിന്റെ സമയം വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ചന്ദ്രപ്പിറവിയുടെ വിഷയത്തിനും വ്യത്യസ്തതയുണ്ട് എന്ന അഭിപ്രായം സ്വീകരിക്കുന്ന പണ്ഡിതന്മാരെയും ധാരാളം കാണാൻ സാധിക്കും. ഈ അവസാനം പറഞ്ഞ 2 അഭിപ്രായങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുക്കുന്ന ഒരാൾ മറ്റൊരാൾ ആക്ഷേപിക്കുക എന്നുള്ളത് തീർത്തും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ തെളിവുകൾ കൊണ്ട് അവർക്ക് സംവദിക്കാവുന്നതാണ്. ഇന്നതാണ് ശരി, ഒറ്റ കാഴ്ചയാണ് ശരി, അതിന്ന് ഹദീസുണ്ട്, ഈ ഹദീസിന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊരാൾ തെളിവ് സഹിതം വിശദീകരിക്കുകയാണെങ്കിൽ അഹ്ലൻ വസഹലൻ, അതിന് യാതൊരു കുഴപ്പവുമില്ല. പണ്ഡിതന്മാർ അത് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, ഓരോ പ്രാദേശികമായ കാഴ്ചയാണ് ശരി, അതിനിന്ന് എന്ന തെളിവാണുള്ളത്, നിങ്ങൾ പറഞ്ഞ ആ തെളിവ് അത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ഒരാൾ വിശദീകരിക്കുകയാണെങ്കിൽ അഹ്ലൻ വസഹലൻ, അതിന് യാതൊരു കുഴപ്പവുമില്ല. പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ള രീതിയാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ വിഷയം പറഞ്ഞതുപോലെ, ഇത്തരം ഇജ്തിഹാദി ആയിട്ടുള്ള മസലയുടെ പേരിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചതിൻ്റെ പേരിൽ മറ്റേ ആളെ അയാൾ നിയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ അറിവിനെ ചോദ്യം ചെയ്തുകൊണ്ടോ ആക്ഷേപിക്കുക, അയാളെ പരിഹസിക്കുക എന്നൊന്നും പറയുന്നത് അത് യഥാർത്ഥ സലഫിയത്ത് മനസ്സിലാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ പ്രാദേശികമായ കാഴ്ച അതാണ് ശരി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ നോമ്പ് ശരിയായിട്ടില്ല, കാരണം സൗദി അറേബ്യയിൽ ഇന്നലെ തന്നെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്, നീ ഒരു നോമ്പ് കളാ വീട്ടണം എന്ന രൂപത്തിലെ വാദം പറയാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, മഗ്‌രിബ് മാറ്റി നിസ്കരിക്കണം എന്ന് പറയുന്ന ആ വിവരമില്ലായ്മയോട് സാദൃശ്യമാണ് ഈ ആളുകൾക്കുള്ളത്. നിന്റെ പെരുന്നാൾ ശരിയായിട്ടില്ല, അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പെരുന്നാളാകുമ്പോൾ ഇവിടെ റമദാൻ 30 ആയിരിക്കും, അപ്പൊ നീ ഇവിടെ നോമ്പെടുത്താൽ പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അതെവിടെയാണ്? ആ നാട്ടിൽ പെരുന്നാൾ ഉണ്ടാകുമ്പോഴാണ്. അതല്ലാതെ ഇത്തരം വിവരക്കേട് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നുണ്ട് പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാം എന്ന് പറഞ്ഞിട്ട് വലിയ പുതിയൊരു വിഷയം കൊണ്ടുവരുന്നത് പോലെ. അതായിരിക്കാണ് അറിയാത്തത്. പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടില്ല, അയ്യാമത്തെ ശരിക്കും നോമ്പെടുക്കരുത്. പക്ഷേ അത് ഉദ്ദേശിക്കുന്ന ആ നാട്ടിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരുത്തം മാത്രമാണ് പെരുന്നാൾ നോമ്പെടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് സൗദി അറേബ്യയിൽ പെരുന്നാളുള്ള ദിവസത്തിൽ ഇവിടെ ഒരാൾ നോമ്പെടുത്തു, ഇവിടുത്തെ മാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുത്തു, പ്രത്യേകിച്ച് ഞാൻ പ്രാദേശികമായ കാഴ്ച അവലംബിക്കുമ്പോൾ അവനൊരു ഹറാം ചെയ്തിട്ടില്ല, അത് തീർച്ചയായും നോമ്പെടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ പറയുന്നത് അത് എന്താ പറയുക, സലഫിയത്തുമായിട്ടോ അല്ലെങ്കിൽ ഒരു തീരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിവില്ലാത്ത ആളുകളുടെ സംസാരമാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ ഇനി ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും എതിർവിഭാഗത്തെ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്ന ആളുകളെ അടച്ചാക്ഷേപിക്കുക, പരിഹസിക്കുക, അയാൾ വഴികെട്ടവരാണ് എന്ന രൂപത്തിൽ സംസാരിക്കുക, ഇത് പണ്ഡിതന്മാരാരും സ്വീകരിക്കാത്ത രീതിയാണ്. അല്ല, ഞാൻ പറഞ്ഞു, പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ പോലും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാരും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തെ ഈ നിലക്ക് തരം താഴ്ന്ന അഭിപ്രായമായിട്ടോ മോശപ്പെട്ട രീതിയിലോ സംസാരിക്കാറില്ല. അത് നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഈ ഒറ്റ കാഴ്ച കാണുന്ന ആളുകൾ പ്രാദേശികമായിട്ട് കാഴ്ച അവലംബിക്കുന്ന നാടുകളിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി പെരുന്നാളൊക്കെ പരസ്യമായി ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും അബദ്ധമാണ്. ഒരുപാട് പണ്ഡിതന്മാരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞ അങ്ങനെ ചെയ്യാനേ പാടില്ല. ഒരാൾ
ഒറ്റ കാഴ്ച അവലംബിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനങ്ങളുടെ മുന്നേ പോലും അവന് എന്ത് ചെയ്യാൻ പാടില്ല, പെരുന്നാൾ അവൻ ആഘോഷിക്കണ്ട, ഈദ്ഗാഹൊന്നും വേണ്ട, മുന്നേ പോലും ജനങ്ങളെല്ലാവരും നോമ്പെടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കുക, അത് ചെയ്യാൻ പോലും പാടില്ല. ഈ നാട്ടിൽ എല്ലാവർക്കും ഇന്ന് റമദാൻ 30 ഇവിടുത്തെ കാഴ്ച അനുസരിച്ചിട്ട്. പക്ഷെ അവൻ ഷവ്വാൽ ഒന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യയിലെ കാഴ്ച. എന്നിട്ട് ഇവന് ഈ നാട്ടിൽ ഇങ്ങനെ വെള്ളമൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അങ്ങാടിയിലൊക്കെ വന്ന് ചെയ്യാൻ തീർത്തും പാടില്ലാത്ത കാര്യമാണ്, ഒരു ബുദ്ധിയില്ലാത്ത ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പോഴാണ് അതിനേക്കാളും കടന്നിട്ട് അവിടെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഇത് ചെയ്യരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. മൊത്തത്തിൽ സലഫികൾക്കൊരു എന്താ പറയുക, മോശപ്പേരുണ്ടാക്കുന്ന ആളുകളാണ്. തീരെ വിവരമില്ലാത്ത ചില ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുകയും എന്നിട്ടൊരു വലിയൊരു സ്ഥലത്തൊരു 5-8 ആൾക്കാർ പോയി പെരുന്നാൾ ആഘോഷിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തെ ഏതെങ്കിലും ആലിമ്യങ്ങളോട് ചോദിച്ചു നോക്കി ഈ പ്രവർത്തനം ശരിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് അൽ ദിക്റിൻകുന്തും ലാ തഅലമൂൻ, അറിയില്ലെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്ക്. പണ്ഡിതന്മാരും മരിച്ചു പോയിട്ടില്ല, പണ്ഡിതന്മാർ മരിച്ചുകൊണ്ട് ഇന്നും പണ്ഡിതന്മാർ നിങ്ങൾ ചോദിക്കുക ഈ ചെയ്യുന്നത് ശരിയാണോ? ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും നാളെയാണ് പെരുന്നാൾ, നമ്മൾ ഇന്ന് തന്നെ പെരുന്നാളാക്കിയിട്ട് ചെറിയൊരു പറമ്പിൽ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് കുറച്ച് ആൾക്കാർ ആ പാത്തും പതുങ്ങി എന്ത് പെരുന്നാളാഘോഷമാണ്, എന്താണിത്? ഇത് ശരിയല്ല. ഇത് പണ്ഡിതന്മാർ അതിനെ എതിർക്കുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എന്നിട്ട് പല ന്യായങ്ങളും ഇവിടുത്തെ കാഴ്ച, അത് ഇവിടുത്തെ കാഴ്ച സൂഫികളാണെങ്കിലും ശരി, യാതൊരു കുഴപ്പമില്ല. അതാണ് ഇപ്പം അതിന് വേറെ, അതിൽ നിന്നാണ് വേറെ വിഷയങ്ങളൊക്കെ പോകുന്നത്. ഇവിടുത്തെ കാണുന്നത് സമസ്തക്കാരാണെങ്കിലും ശരി, അതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ജനങ്ങളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാന്നുള്ള വിഷയം അല്ല, ആര് കണ്ടു എന്നുള്ള വിഷയം ഇവിടെ മസാലയിൽ വരുന്നില്ല. അങ്ങനെ പണ്ഡിതന്മാർ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. കാണുന്നത് സൂഫികളാണെങ്കിൽ അവരാകെ ചർച്ച ചെയ്തത്, കാണുന്നത് ഗോളശാസ്ത്ര പ്രകാരമാണെങ്കിൽ നമുക്കത് എടുക്കാൻ നിർവാഹമില്ല, അതാണ് പറയാറുള്ളത്. അതല്ലെങ്കിൽ കാഴ്ചയാണ് ഒരു നാട്ടിൽ പരിഗണിക്കുന്നത് എങ്കിൽ അവിടെ കാണുന്നതിന് കാളി മുസ്ലിമാണോ, കാളി കാഫറാണോ, ഇന്ന് അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ വിഷയത്തിന്റെ ഫിഖ് അറിയാത്ത ആളുകൾ മാത്രം ചെയ്യുന്നതാണ്. പണ്ഡിതന്മാരെ നമ്മളൊന്നും ചർച്ചകൾ കണ്ടിട്ടില്ല. ഈ ചർച്ചകളൊക്കെ എമ്പാടും ലഭ്യമാണ്, പണ്ഡിതന്മാരുടെ ഫത്വ ലഭ്യമാണ്. അങ്ങനെ വിഷയങ്ങളിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത് പണ്ഡിതന്മാരാരും പറയാത്തതായ കാര്യമാണ്. ഇതൊക്കെ സ്വന്തം ഗവേഷണം നടത്തുന്ന ചില ആളുകൾ ചെയ്യുന്നത്. അവർക്ക് അവരെന്നെയാണ് മർജ്യ. മറ്റൊരു ആലിമിനോട് ചോദിക്കുക, ആലിമുകളായിട്ട് ബന്ധം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതിനോടൊരു പരിഹാസം അതൊന്നുമില്ല. ഞാൻ തന്നെ ഒരു ആലിം തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാട്ടിൽ പുതിയ പുതിയ അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഫിത്നകളുടെ കാര്യം. അതുകൊണ്ട് അത്തരം കാര്യം നമ്മൾ പെടാതിരിക്കുക. നമ്മൾ ഒറ്റ കാഴ്ചയാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മഹ്ലൻസാണ്, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതാണ് ശരിയായി തോന്നുന്നതെങ്കിൽ അഭിപ്രായം സ്വീകരിച്ചോളൂ. അല്ലാതെ എല്ലാവരും പ്രാദേശിക കാഴ്ച എടുത്താലേ നമുക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റും, അങ്ങനെയൊന്നും നമ്മൾ കാണേണ്ടതില്ല. ഒറ്റ കാഴ്ചയുള്ള ആളുകൾ ഉണ്ടാകാം, അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നവരുണ്ടാകാം. പക്ഷേ അതിനെതിരെടുക്കുന്ന ആളുകളെ പരിഹസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശ രീതിയിൽ ആ വിഷയത്തെ കാണുക എന്നത് ചെയ്യാതിരിക്കുക. അല്ലാഹു അഅലം.